ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്നും വ്ളാഡിമിർ പുടിനെ പിന്തിരിപ്പിച്ചത് നരേന്ദ്രമോദിയെന്ന് പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ടെയോഫിൽ ബാർട്ടോഷ്സ്കി. പുടിനെ ഇത്തരം നീക്കങ്ങളിൽ ശക്തമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏക നേതാവ് നരേന്ദ്രമോദി മാത്രമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതവും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര ബന്ധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരത്തിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. The importance of India, giving the role the Honourable Prime Minister Modi plays in world politics. I think he's already tried to persuade President Putin to show restraint some years ago. I mentioned that on Indian television that he was one of the two people who called President Putin to not to attempt to use tactical nuclear weapons on the territory of Ukraine in 2022, and I think he has definitely a role to play. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, മാറിയ ലോകക്രമത്തിൽ ഭാരതത്തിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആ സ്വാധീനം വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്? സുരേഷ്, തീർച്ചയായും ടെയോഫിൽ ബാർട്ടോഷ്സ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നിർണായകമായ പരാമർശം എന്ന് പറയുന്നത് 2022 അതായത് യുക്രൈൻ യുദ്ധം ആരംഭിച്ച് അത് കൊടുമ്പിരി കൊള്ളുന്നൊരു സാഹചര്യത്തിൽ യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നൊരു നീക്കം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായ ചില നീക്കങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരമൊരു നീക്കം റഷ്യ ആലോചിച്ചപ്പോൾ അക്കാര്യത്തിൽ നിന്നും പുടിനെ പിന്തിരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലാണെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതവും അതുപോലെ തന്നെ റഷ്യയും കാലങ്ങളായി നിലനിൽക്കുന്ന ബന്ധവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാക്തീകരിച്ച ആ ഒരു പശ്ചാത്തലവും ചേർന്ന് ഒരു സ്വാധീനം ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ലോക നേതാക്കളുടെ ഇടപെടൽ, ലോക നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ സമാധാന ആവശ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള നിർണായകമായ ഇടപെടൽ നടത്തിയെന്ന് പല വേളകളിൽ പരാമർശിച്ചിരുന്നു. അത്തരത്തിൽ പരാമർശിച്ച പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വൻതോതിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു പശ്ചാത്തലം നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചിരുന്നു. അത്തരമൊരു പ്രസ്താവനയുടെ ഒരു അവസാന സൂചനയാണ് ഇപ്പോൾ ടെയോഫിൽ ബാർട്ടോഷ്സ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നതും ഏറെ നിർണായകമാണ്. നമുക്കറിയാവുന്നതാണ്, 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് രാജ്യങ്ങളും ആഴ്ചകളുടെ ഇടവേളകളിലാണ് സന്ദർശിച്ചത്. ജൂലൈയിൽ റഷ്യയും അതുപോലെ തന്നെ ഓഗസ്റ്റിൽ യുക്രൈനും സന്ദർശിച്ചു. ആ സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞ നിർണായകമായൊരു ഘടകമുണ്ട്, നിർണായകമായൊരു വാക്കുണ്ട്. അതായത് ശ്രീബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് താൻ വരുന്നതെന്നും സമാധാനത്തിൻ്റെ സന്ദേശവാഹകനാണ് താനെന്നും കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ നേരത്തെ ഉണ്ടായ ഈ സാഹചര്യത്തിൽ 2022 യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും കൃത്യമായും ആണവ യുദ്ധത്തിലേക്ക് അത് നീങ്ങുന്നൊരു സാഹചര്യം ഒഴിവാക്കുക. ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും യൂറോപ്യൻ യൂണിയനൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്, നേറ്റോയുടെ ഇടപെടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വലിയ സങ്കീർണമായൊരു പ്രശ്നമായി ഇത് മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ റഷ്യയും നേറ്റോ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെയുള്ള ബന്ധത്തിൽ ചില വിള്ളലുകളൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഭാരതവും പോളണ്ടും ചേർന്നുള്ള എക്കണോമിക് ഫോറത്തിൻ്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. ഈ വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ സംബന്ധിച്ച കൃത്യമായൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.